നമസ്കാരം. ഇന്നിതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണ്. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കം ചെയ്യണമെന്ന് RSS സംഘടനാ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബാളെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് RSS ശ്രമമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഇന്ത്യ എന്ന ആശയം മനുസ്മൃതിയിൽ നിന്നല്ലെന്നും ഭരണഘടനയാണ് ആധാരശിലയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നതിങ്ങനെ: ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും എന്നിങ്ങനെയാണ്. ഈ ആമുഖവാചകങ്ങളിലെ സോഷ്യലിസവും മതേതരത്വവും നീക്കണമെന്നാണ് RSS ആവശ്യം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ആമുഖത്തിൽ ഈ വാചകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തതെന്നാണ് RSS ആരോപണം. അടിയന്തരാവസ്ഥയുടെ ആനുകൂല്യം മുതലെടുത്തായിരുന്നു നടപടിയെന്നും RSS സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ. दो शब्द जोड़े हैं, लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे पहले. उन दो शब्दों को जोड़ा है. प्रियम्बल शाश्वत रूप से है. क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए? सेक्युलरिज्म का शब्द संविधान में नहीं था, प्रस्तावना में जोड़ा है. तो इन दो शब्दों को प्रस्तावना में जोड़ा, तो क्या वो रहनी चाहिए? प्रस्तावना में ये विचार होना चाहिए. RSSന്റെ യഥാർത്ഥ മുഖം വീണ്ടും വെളിച്ചത്തുവന്നെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഭരണഘടനയെ തകർത്ത് മനുസ്മൃതി നടപ്പാക്കാനാണ് RSSന്റെ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. ഇരിക്കുന്ന സ്ഥലത്തിന്റെ വില ഗവർണർമാർ മനസ്സിലാക്കണമെന്ന് MA ബേബി. മനുസ്മൃതിയുടെ സ്വാധീനത്തിലേക്ക് ഇന്ത്യൻ ഭരണഘടനയെ തിരിച്ചുകൊണ്ടുപോകാനുള്ള വളരെ ഹീനമായ അപലപനീയമായ RSS പദ്ധതിയാണ് ദത്താത്രേയയുടെ ഈ പ്രതികരണത്തിലൂടെ വന്നിട്ടുള്ളത്. ഗവർണറുടെ ആസ്ഥാനത്തെ RSSന്റെ കാര്യാലയമാക്കി മാറ്റുന്നതുപോലുള്ള പ്രവർത്തനങ്ങളെ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ശക്തമായി എതിർക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി കഴിഞ്ഞ വർഷം തള്ളിയിരുന്നു. സോഷ്യലിസം എന്നത് ഇന്ത്യയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പമായി കരുതിയാൽ മതിയെന്നായിരുന്നു കോടതി വിധി. ന്യൂസ് ഡെസ്ക് 24. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഘടകമായിരുന്നുവെന്ന് തിരുത്തി CPIM. പാർട്ടി വോട്ടുകളും അൻവർ പിടിച്ചെന്ന് വിലയിരുത്തിയാണ് മുൻ നിലപാടിൽ മാറ്റം വരുത്തിയത്. RSS സഹകരണ പരാമർശത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടി കമ്മിറ്റികളോ തന്നെ വിമർശിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ. PV അൻവർ നിലമ്പൂരിൽ ഒരു ഘടകമേ അല്ലെന്നായിരുന്നു പ്രചാരണ ഘട്ടത്തിൽ CPIMന്റെ നിലപാട്. ഫലം പുറത്തു വന്നതോടെ നിലപാട് തിരുത്തുകയാണ്. MLAയുടേതായ പ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ല, അൻവറിന് കുറേ വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ കുറച്ചധികം പിടിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. ഘടകമായിരുന്നു. അല്ല, ഞങ്ങളുടെ വോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച്. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്ന പ്രസ്താവനയിൽ തനിക്കെതിരെ വിമർശനം നടന്നുവെന്ന വാർത്ത MV ഗോവിന്ദൻ നിഷേധിച്ചു. പാർട്ടി സെക്രട്ടറിക്കെതിരായ ആക്രമണം പാർട്ടിക്കെതിരായ ആക്രമണമാണെന്നും MV ഗോവിന്ദൻ. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സത്യവിരുദ്ധമായ ഒന്നാണ്. തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. നിലമ്പൂരിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. PV അൻവറിന് മുന്നിൽ UDF വാതിൽ തുറക്കേണ്ടെന്ന നിലപാടിന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്തുണ. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് K സുധാകരൻ ആവശ്യപ്പെട്ടെങ്കിലും നേതാക്കൾ എതിർത്തു. വിവാദ പരാമർശങ്ങളിൽ ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ വിമർശനമുയർന്നു. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദവും ചർച്ചയായി. PV അൻവറിനെ UDFൽ എടുക്കണമെന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഓൺലൈനായി പങ്കെടുത്ത K സുധാകരൻ അൻവറിന്റെ സഹായമില്ലാതെയാണ് നിലമ്പൂരിൽ ജയിച്ചതെന്ന വാദമാണ് മറ്റു നേതാക്കൾ ഉയർത്തിയത്. നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയ ഡോക്ടർ ശശി തരൂർ MPയുടെ വിവാദ പ്രസ്താവനകളും യോഗത്തിൽ ചർച്ചയായി. നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു.
ആശയക്കുഴപ്പമുണ്ടാക്കാതെ തരൂരിനെ ചേർത്ത് നിർത്തണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാട്. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന തർക്കം പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുമെന്ന അഭിപ്രായം യോഗത്തിലുയർന്നു. ക്രെഡിറ്റ് ചർച്ച ചെയ്യുന്നവർ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയെ മാതൃകയാക്കണമെന്ന് KC വേണുഗോപാൽ യോഗത്തിൽ പറഞ്ഞു. മേജർ ക്യാപ്റ്റൻ വിവാദത്തിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ സാധാരണ പട്ടാളക്കാരനാ. ഇതിനിടെ ക്രെഡിറ്റ് വിവാദത്തിൽ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തി. അതുകൊണ്ട് അനാവശ്യമായ ഒരു വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല. മുതിർന്നാൽ ഞാൻ പലതും കണ്ടിട്ട് അനങ്ങാതിരിക്കുകയാണ്. ഇനി ഇത്തരം പ്രവണതകൾ കോൺഗ്രസിൽ വന്നാൽ ഞങ്ങളുമൊക്കെ അഭിപ്രായം പറയേണ്ടി വരും. പറയിപ്പിക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. വേഗത്തിൽ പുനഃസംഘടന വേണമെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു വിഭാഗം വാദിച്ചു. പുനഃസംഘടന തൽക്കാലം വേണ്ടെന്ന നിലപാടായിരുന്നു ചില നേതാക്കൾക്ക്. 24 തിരുവനന്തപുരം. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു ചടങ്ങ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 15ാം കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 9 മാസം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിന് പുതിയ MLA. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ MB രാജേഷ്, K രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബവും നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകരും ചടങ്ങ് നേരിൽ കാണാനെത്തി. പിതാവിനെ പോലെ നല്ല നിയമസഭാ സാമാജികനാകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ആകെ ഈ 8-9 മാസക്കാലമാണ് എൻ്റെ മുന്നിലുള്ളത്. അതിനിടയിൽ അസംബ്ലിയിൽ പരമാവധി അത് അവതരിപ്പിക്കാനൊക്കെയുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. രാവിലെ തിരുവനന്തപുരത്തെത്തിയ ആര്യാടൻ ഷൗക്കത്ത് AK ആന്റണി ഉൾപ്പെടെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും നേരിൽ കണ്ട് ആശീർവാദം വാങ്ങി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവനന്തപുരം DCC സ്വീകരണം നൽകി. 24 തിരുവനന്തപുരം. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സൂംബ ഡാൻസ് ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ ഗൂഢനീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത രംഗത്തെത്തി. സൂംബയിൽ എന്താണ് തെറ്റെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല പൊതുവിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നതെന്നായിരുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് വിവാദമായതിനു പിന്നാലെയാണ് കൂടുതൽ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയത്. സർക്കാരിന് ഗൂഢലക്ഷ്യമെന്ന് സമസ്ത. ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സ്കൂളുകളിൽ സൂംബ ഉൾപ്പെടുത്തുന്നതിനെതിരെ MSF, യൂത്ത് ലീഗ് സംഘടനകളും രംഗത്തെത്തി. സൂംബയിൽ എന്താണ് തെറ്റെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. സൂംബ ഉൾപ്പെടുത്തുന്നതിനെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനും RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറും. അത്തരം കുഞ്ഞുങ്ങളുടെ ഒന്നും മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. അതുകൊണ്ട് ആണും പെണ്ണും കൂടി ഒരുമിച്ച് നൃത്തം ചെയ്തു എന്ന് വിചാരിച്ചോ, കലാപരിപാടി പങ്കെടുത്തു, നാടകത്തിൽ അഭിനയിച്ചു വിചാരിച്ചോ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ, അവരൊരുമിച്ച് പഠിക്കുന്നവരല്ലേ, ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ, അവർ തമ്മിൽ എന്താ ഒരുമിച്ച് ഡാൻസ് ചെയ്ത് എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണത്. സൂംബ ഉൾപ്പെടുത്തുന്നതിനെതിരെ സർക്കാരിനെ സമീപിക്കാനാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. 24 കോഴിക്കോട്. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിന്റെ IHRD ഡയറക്ടറായുള്ള നിയമനം അന്വേഷിക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. പദവി VCക്ക് തുല്യമെന്ന് കോടതി. VA അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണം. ക്ലറിക്കൽ പദവിയിൽ ഇരുന്നയാളെ ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തിയത് വിചിത്രമായി തോന്നുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർക്ക് മന്ത്രിസഭ അയച്ച കത്തിന്റെ പൂർണ്ണരൂപം 24-ന്
ഔദ്യോഗിക പരിപാടികളിലും പൊതുസ്ഥലത്തും മറ്റ് ചിഹ്നമോ പതാകയോ പാടില്ലെന്ന ചട്ടങ്ങൾ സൂചിപ്പിച്ചാണ് കത്ത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ പ്രതിഷേധത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടും. ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാകയുമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഇക്കാര്യത്തിൽ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകണമെന്നുമാണ് മന്ത്രിസഭയുടെ കത്തിൽ ആവശ്യപ്പെടുന്നത്. ദേശീയ ചിഹ്നവും പതാകയും എന്തായിരിക്കണമെന്ന് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളും കത്തിൽ സൂചിപ്പിക്കുന്നു. ഞങ്ങൾ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയാണോ? ആ ഔദ്യോഗിക പരിപാടിയിൽ ഭരണഘടനാനുസൃതമായ ചിഹ്നങ്ങളെ പാടുള്ളൂ. ഇനി അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭരണഘടന ഭേദഗതി ചെയ്യണം. ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് ആഡ് ചെയ്യണം. രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസ്. രാജ്ഭവനെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റാനുള്ള ഗവർണറുടെ കുൽസിത ശ്രമങ്ങൾ അത് ഏറ്റവും അപലപനീയമാണ്. അത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്. അതേസമയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ പ്രതിഷേധത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടും. എന്നാൽ സെനറ്റ് ഹാളിലെ പരിപാടി നടത്തിപ്പിന് മതനിരപേക്ഷ നിയമാവലിയുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി ഗവർണർ സർക്കാരിനും ഔദ്യോഗിക പരിപാടികളിൽ നിന്നും വിവാദ ചിത്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്കും കത്ത് നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടി. നാളെ ഉച്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. രജിസ്ട്രാർ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് ആരോപിച്ച് സംഘാടകരായ ശ്രീപത്മനാഭ സേവാ സമിതി രംഗത്തെത്തിയിരുന്നു. പരിപാടിക്കിടെ ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടത് അപമാനമായെന്നും സുരക്ഷാ പ്രോട്ടോകോൾ രജിസ്ട്രാർ ലംഘിച്ചെന്നുമാണ് പരാതിയിലുള്ളത്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, സി.കെ. പത്മനാഭൻ എന്നിവരെ ഒഴിവാക്കി ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം. തൃശൂരിലേത് ഗ്രൂപ്പ് യോഗമാക്കി മാറ്റിയെന്നാണ് വി മുരളീധര വിഭാഗത്തിന്റെ ആക്ഷേപം. നേതൃയോഗത്തിന് പിന്നാലെ ചേർന്ന കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും പി സുധീറും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന ബി.ജെ.പിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒഴിവാക്കിയെന്ന ആക്ഷേപം. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, സി.കെ. പത്മനാഭൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. വി മുരളീധരനെയോ കെ സുരേന്ദ്രനെയോ സംസ്ഥാന നേതൃയോഗത്തിന് ക്ഷണിച്ചിട്ടില്ല. സംസ്ഥാന നേതൃയോഗത്തെ ഗ്രൂപ്പ് യോഗമാക്കി മാറ്റിയെന്നാണ് മുരളീധര വിഭാഗത്തിന്റെ ആരോപണം. ഇതിൽ നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. പി.കെ. കൃഷ്ണദാസ് വിഭാഗം ഹൈജാക്ക് ചെയ്തെന്നും വി മുരളീധരൻ വിഭാഗം ആരോപിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ് പക്ഷത്തിന് മുന്തിയ പരിഗണന നൽകുന്നുവെന്നും പരാതിയുണ്ട്. നേതൃയോഗത്തിനു പിന്നാലെ ചേർന്ന കോർ കമ്മിറ്റിയിലും മുൻ അധ്യക്ഷന്മാരെ വെട്ടി. കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും പി സുധീറും ആഞ്ഞടിച്ചു. പാർട്ടിയിൽ സവർണാധിപത്യമോ അതോ മുതലാളിത്തമോ എന്ന് ചോദ്യം. മുതലാളിത്ത വ്യവസ്ഥ അംഗീകരിക്കാൻ ബി.ജെ.പി. കമ്പനിയല്ലെന്നും വിമർശനം. നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്നും നേതാക്കൾ ചോദിച്ചു. സംസ്ഥാന നേതൃയോഗത്തിലും കോർ കമ്മിറ്റിയിലും ക്ഷണിക്കാത്തതിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനാണ് വി മുരളീധര പക്ഷത്തിന്റെ തീരുമാനം. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. വാർത്താമഴ തുടരുന്നു. വയനാട് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പൂളക്കുണ്ട് സ്വദേശി ആലഞ്ചേരി ഉമ്മറിന്റെ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, എപ്പോഴായിരുന്നു ഈ പുലിയുടെ ആക്രമണം? ഈ പ്രദേശത്ത് ഇങ്ങനെ പുലിശല്യമുണ്ടെങ്കിൽ അതിനെ പിടികൂടാനോ അല്ലെങ്കിൽ അതിനെ തുരത്താനോ ഒന്നുമുള്ള നടപടികൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഗോകുൽ, കേരള തമിഴ്നാട് അതിർത്തിയായ ചീരാലിനടുത്ത് പൂളക്കുണ്ടിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പൂളക്കുണ്ട് സ്വദേശിയായിട്ടുള്ള ആലഞ്ചേരി ഉമ്മറിന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പുലി ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ പഴൂർ, ചീരാൽ, നമ്പ്യാർകുന്ന് മേഖലയിൽ പുലിശല്യം വീണ്ടും സജീവമായ സ്ഥിതിയുണ്ട്. പഴൂരിൽ നാട്ടുകാർ ഇന്നലെ രാത്രി
പുലിയെ കണ്ടിരുന്നു. പിന്നീട് ചീരാൽ പരിസരത്ത് ഒരു നായയെ പുലി കൊല്ലുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. നമ്പ്യാർകുന്ന് ഭാഗത്തും പുലിയെ കണ്ടതിന്റെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നു. ഇതിന് തുടർച്ചയായാണ് അല്പസമയം മുമ്പ് പൂളക്കുണ്ടിൽ പുലിയെത്തിയത്. ഏതാനും ആഴ്ചകളായി തന്നെ പുലിയുടെ സാന്നിധ്യം ചീരാൽ നമ്പ്യാർകുന്ന് പ്രദേശത്തുണ്ട്. നമ്പ്യാർകുന്ന് എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാണ്. നെന്മേനി പഞ്ചായത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിയുടെ ആക്രമണം നിരന്തരമാകുന്ന സാഹചര്യത്തിൽ ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. ഗൂഗിൾ ശരി, സുഹൃത്ത് തയ്യപ്പത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വയനാടിൽ തമിഴ്നാട് അതിർത്തിയായ ചീരാലിലാണ് വീണ്ടും പുലിയുടെ ആക്രമണം. പശുക്കിടാവിനെ പുലി ആക്രമിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. UDF-ലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കേരള കോൺഗ്രസ് എം. ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്നും UDF വിപുലീകരിക്കുക എന്നത് അവരുടെ അജണ്ട മാത്രമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ 24-നോട് പറഞ്ഞു. LDF-ൽ ഹാപ്പി എന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് മുന്നണി വിപുലീകരിക്കുമെന്ന പ്രഖ്യാപനം UDF നേതാക്കൾ നടത്തിയത്. കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ UDF-നെ പൂർണ്ണമായും തള്ളുകയാണ് കേരള കോൺഗ്രസ് എം. ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്നും ഒറ്റയ്ക്ക് നിൽക്കാനാകാത്തതുകൊണ്ടല്ലേ മറ്റുള്ളവരെ UDF-ലേക്ക് ക്ഷണിക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അജണ്ടയും തീരുമാനവും കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് പാർട്ടി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടൊപ്പമാണ്. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരേണ്ട അന്തരീക്ഷം ഇന്നില്ലെന്ന് മാത്രമല്ല, നിലപാടുകൾ എന്നും ഉറച്ചു നിന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് കേരള കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ചർച്ചയില്ലിപ്പോൾ. മുന്നണി മാറ്റത്തിൽ ആരുമായും ചർച്ച നടന്നിട്ടില്ലെന്നും LDF-ൽ ഹാപ്പിയെന്നും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പൂർണ്ണ ഹാപ്പിയല്ല. ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇപ്രാവശ്യം ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങൾ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടത്തും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം തീരുമാനിച്ചു. കഴിഞ്ഞ തവണ അർഹതപ്പെട്ട സീറ്റുകൾ കിട്ടാതെ പോയെന്ന ഇന്ന് കോട്ടയത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായമുയർന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു അപകട വാർത്തയിലേക്കാണ്. പുരിയിലെ രഥയാത്രയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. 500-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. പലരുടെയും നില ഗുരുതരമെന്നും റിപ്പോർട്ടുകളുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഈ വാർഷിക രഥയാത്ര വർഷം തോറും നടക്കുന്ന ആഘോഷമാണ്. സ്വാഭാവികമായും വലിയ തിരക്കും ഭക്തരുടെ ഒരു ഒഴുക്കുമുണ്ടാവും. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഗൂഗിളി, പുരിയിലെ രഥയാത്രയിൽ ഒരു തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നിരവധി ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പല ദൃശ്യങ്ങളും പുറത്തു വരുന്നത് അവിടേക്ക് രഥയാത്ര നടന്ന ഇടത്തേക്ക് ആംബുലൻസുകൾ എത്തുന്നതും ഈ ഇത്തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ട ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. പക്ഷെ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഏതാണ്ട് 8-ലധികം ആളുകളുടെ നില ഗുരുതരമെന്നും ചില വിവരങ്ങളുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ഇത്തരത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ രഥയാത്രയോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ശക്തമാക്കിയിരുന്നു. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ സായുധ പോലീസ് സേനയെ ഉൾപ്പെടെ ഏതാണ്ട് 8 കമ്പനി സായുധ പോലീസ് സേനയെ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ രഥയാത്ര രഥം വലിക്കുന്നതിനിടെ ആളുകൾ കൂട്ടത്തോടെ ഇവിടെ ഇതിനായി എത്തിയതും അതാണ് ഇത്തരമൊരു തിക്കും തിരക്കും അനുഭവപ്പെടുന്നതിലേക്ക് ഇടയാക്കിയതും എന്നുമാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ, അച്യുതൻ തുടരുക. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ വാർഷിക രഥഘോഷയാത്രയ്ക്കിടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. 500-ഓളം പേർക്ക് പരിക്കേറ്റു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അവിടെ 3 രഥങ്ങളാണ് പ്രധാനമായും ഈ ആഘോഷത്തിന്റെ ഭാഗമായി അവിടെ പ്രദക്ഷിണം വെക്കുക. അതിൽ ജഗന്നാഥിൻ്റെയും ബലഭദ്രൻ്റെയും ഒപ്പം സുഭദ്രയുടെയും 3 രഥങ്ങൾ അവിടെ ഭക്തജനങ്ങൾ അങ്ങനെ അവരാണ് ആ രഥം ഉന്തുകയും തെള്ളുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ അമ്പലത്തിന് ചുറ്റും. ഏതായാലും ആ രഥഘോഷയാത്രയ്ക്കിടയിലാണ് ഈ തിക്കിലും തിരക്കിലും അപകടമുണ്ടായിരിക്കുന്നത്. 10,000-ലധികം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഈ തിരക്ക് പ്രമാണിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഉത്സവം പ്രമാണിച്ച് അവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിലൊരു
അപകടമുണ്ടായി. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ പല ആളുകളെയും ഈ തിരക്കിനിടയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അച്യുതൻ, ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഏതെങ്കിലും ഏജൻസികളുടെയോ വിശദീകരണമോ വിവരമോ വരുന്നുണ്ടോ? നമ്മൾ ഇത് കാണുന്ന ദൃശ്യങ്ങളിൽ വലിയ തിരക്കുണ്ട്. അതിൽ പലരും ക്ഷീണിച്ച് അവശരായ നിലയിലൊക്കെ ആളുകളെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഗോകുൽ, അതായത് ഇപ്പോൾ ഒഡീഷയുടെ മന്ത്രി മുകേഷ് മഹാലിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ ഉയർന്ന ഹ്യൂമിഡിറ്റി കാരണം ഇത്തരമൊരു അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നിലവിൽ ഈ ദൗത്യ സംഘങ്ങൾ ഈ ആളുകൾ ഇത്തരത്തിൽ ഇത് ബാധിച്ചിരിക്കുന്നു, ദേഹാസ്വാസ്ഥ്യമുണ്ടായ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന തരത്തിൽ അവിടുത്തെ മന്ത്രി പ്രതികരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അവിടേക്കാണ് ഇവരെ മാറ്റിയത് എന്ന് പറയുന്നു. പക്ഷെ ഇത് സംബന്ധിച്ച് എന്താണ് ഉണ്ടായത്, അവിടെ എന്താണ് ഉണ്ടായത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ഉയർന്ന ചൂട് കാരണം ഉണ്ടായ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യമാണോ അതോ മറിച്ചൊരു തിക്കും തിരക്കും അത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടായോ എന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവിടെ ലഭിക്കുന്ന പ്രാദേശിക റിപ്പോർട്ടുകൾ അനുസരിച്ച് 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. അവിടെയും ഒരു സ്ഥിരീകരണമില്ല. 8ഓളം ആളുകളുടെ നില ഗുരുതരമാണ്, അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. നിലവിൽ ഇപ്പോൾ വാർത്താ ഏജൻസികൾ ചില ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ രഥയാത്ര നടന്ന ഇടത്തേക്ക് ആംബുലൻസ് എത്തുന്നതും ഇത്തരത്തിൽ ഈ പരിക്കേറ്റ ആളുകളെ അവിടുന്ന് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഗോകുൽ, ദക്ഷിണേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ഈ രഥയാത്ര ഇന്ന് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രസിദ്ധമായതും ഏറ്റവും പ്രധാനപ്പെട്ടതും പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ രഥഘോഷയാത്രയാണ്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ പോലീസ് സന്നാഹം, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഗോകുൽ, അതായത് ഈ രഥയാത്രയോടനുബന്ധിച്ച് നിരവധി ആളുകളാണ് ഈ ഇതിന്റെ ഭാഗമാകാനായി അവിടേക്ക് എത്തുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 10,000-ലധികം സായുധ സേനയെ ഇവിടെ വിന്യസിച്ചിരുന്നു. അതായത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും ഈ ഇത്തരത്തിൽ രഥയാത്ര മുന്നോട്ട് നടത്തിക്കുന്നതിനുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങൾക്കുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ തയ്യാറെടുപ്പുകൾക്ക് ഇടയിലും ഇത്തരമൊരു അപകടമുണ്ടായി എന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ രഥം വലിക്കുന്നതിലേക്ക് ജനക്കൂട്ടം പാഞ്ഞെടുത്തു, അതാണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നാണ് ചില പ്രാദേശിക റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അതിനിടയിലാണ് ഈ 500-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നത്. അതൊരു വലിയ ഒരു എണ്ണമാണ്. 500-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ അതൊരു വലിയ എണ്ണമാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ആരുടെയും ഒരു വിശദീകരണം വന്നിട്ടില്ല. അല്പം മുൻപ് ഒഡീഷ മന്ത്രി പറഞ്ഞതുപോലും ഈ ഉയർന്ന ചൂട് കാരണം ചിലർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായി, അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ്. അത് എത്ര പേരാണ്, ആർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും വാർത്താ ഏജൻസികൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ആ ഇടത്തേക്ക് അവിടെ ഒരു ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുമുണ്ട്, അവിടേക്ക് ആംബുലൻസുകൾ എത്തുന്നു എന്നതാണ്. അവരെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. ഗോകുൽ, ഒഡീഷയിലെ പുരിയിലാണ് ഇത്തരത്തിൽ രഥഘോഷയാത്രയ്ക്കിടെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കലിംഗ TV അടക്കം ഒഡീഷയിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഈ അപകടം ഉണ്ടായി അല്ലെങ്കിൽ ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. 8 പേർക്ക് അതിൽ ഗുരുതരമായ സാഹചര്യമുണ്ട് എന്നും 500 പേർക്കോളം പരിക്കേറ്റു. അത് തിക്കിലും തിരക്കിലുമാണോ അതല്ല ഈ ശ്വാസം മുട്ടൽ പോലെയുള്ള ഈ ആൾത്തിരക്ക് കൂടിയപ്പോൾ ഉണ്ടായ അപകടാവസ്ഥയാണോ എന്നത് വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരുന്നതേ ഉള്ളൂ. ഏതായാലും അവിടെ നിന്ന് ആളുകളെ ഈ തിരക്കിനിടയിൽ നിന്ന് മാറ്റുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ മാറ്റുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ പലയിടത്തും വീടുകൾ തകർന്നു. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റിടങ്ങളിൽ യെല്ലോ അലർട്ടുമാണ്. പാലക്കാട് മരം വീണ് വീട് തകർന്നു. ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഞായറാഴ്ച മുതൽ മഴയുടെ തീവ്രത കുറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കണ്ണൂർ കായലോട് സ്വദേശി ഫർഹാൻ റൌഫിന്റെയും തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ മത്സ്യത്തൊഴിലാളി ആന്റണിയുടെ മൃതദേഹവുമാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയിൽ പാലക്കാട് വാണിയംകുളം, തച്ചനാട്ടുകര എന്നിവിടങ്ങളിലും എറണാകുളം കോതമംഗലത്തും വീടുകൾ തകർന്നു. തച്ചനാട്ടുകര പാലോട് മുറിയന്തോണി വീട്ടിൽ നാരായണന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കോതമംഗലം വെറ്റിലപ്പാറയിൽ വീട് തകർന്ന് 2 പേർക്ക് പരിക്കേറ്റു. വയനാട് നൂൽപ്പുഴ പുഴംകൂനി ഉന്നതിയിലെ 4 കുടുംബങ്ങളിലെ 9 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കല്ലൂർപ്പുഴ കരകവിഞ്ഞ് വെള്ളം ഉന്നതിയിലെത്തിയതോടെയാണ് നടപടി. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലിയാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പാലക്കാട് മലമ്പുഴ ഡാമും വയനാട് ബാണാസുരസാഗർ ഡാമും തുറന്നു. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും ബാണാസുരസാഗർ അണക്കെട്ടിന്റെ 1 ഷട്ടറുമാണ് തുറന്നത്. നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കാൻ സാധ്യതയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പീച്ചി ഡാമിന്റെ ഷട്ടറും നാളെ ഉയർത്തും. മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. ബാണാസുര സാഗർ ഡാമിന്റെ 1 സ്പിൽവേ ഷട്ടർ ഉയർത്തി. സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വരെ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. കാരമന്തോട്, പനമരംപുഴ, കബനിപ്പുഴ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് പെരിക്കലൂർ കടവ്, മരക്കടവ് എന്നിവിടങ്ങളിലെ തോണിയാത്ര താൽക്കാലികമായി നിർത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് നാളെ തുറന്നേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. കുടുംബങ്ങളെ മാറ്റുന്നതിനായി 20-ലധികം ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാം തുറന്നതിനെ തുടർന്ന് അതിരപ്പള്ളി വനമേഖലയിലേക്ക് അധിക ജലം ഒഴുകിയെത്തുന്നുണ്ട്. പീച്ചി ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി നാളെ രാവിലെ 11 മുതൽ ഡാമിന്റെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം തുറന്ന് മണലിപ്പുഴയിലേക്ക് വെള്ളമൊഴുക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കോതമംഗലത്തിന് സമീപം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൃഷി ആവശ്യത്തിന് വീട്ടുവളപ്പിൽ നിർമ്മിച്ച കിണറ്റിലാണ് കൊമ്പൻ വീണത്. ലാൽ കൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ലാൽ, ഈ മേഖലയിലൊക്കെ സ്ഥിരമായി ഇങ്ങനെ പറമ്പിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നു, കിണറ്റിൽ വീഴുന്നു. ഇത് ആവർത്തിക്കുകയാണല്ലോ. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റോ സ്ഥലത്തെത്തി ഇതിനെ കരയ്ക്ക് കയറ്റാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? ഗൂഗിള് 8 അടിയോട് കൂടിയാണ് ഈ കോട്ടപ്പടിയിലെ മുടത്തും പാറ എന്ന് പറയുന്ന മേഖലയിൽ ഒരു കാട്ടാന കൂട്ടം തന്നെ എത്തിയത്. കൊമ്പനും പിടികളടങ്ങുന്ന ഒരു വലിയ കൂട്ടം തന്നെയാണ് അവിടെ എത്തിയത്. ഇതൊരു ജനവാസ മേഖലയാണ്. നേരത്തെയും കാട്ടാനക്കൂട്ടം എത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ് ഇവിടെ. ഇതിനകത്ത് ഒരു കൊമ്പനാണ് ഈ കൃഷി ആവശ്യത്തിനെടുത്ത കിണറ്റിലേക്ക് വീണുപോയത്. കിണറെന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. നല്ല ആഴമുള്ള ഒരു കിണറായിരുന്നു അത്. അതിൽ വെള്ളം പകുതി മുക്കാലോളം ഉണ്ടായിരുന്നത് കൊണ്ട് ഏകദേശം 1/4 മണിക്കൂറോളം കൊമ്പൻ തന്നെ ശ്രമമെടുത്ത് അവിടെ നിന്ന് തിരിച്ചു കയറി പോവുകയാണ്. അതായത് ഒരു 9-9:15 കൂടി കൊമ്പൻ തിരിച്ചു കയറി പോകുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ ആ സമയത്ത് അത്രയും നേരം ആ മേഖലയിൽ ആകെ ഒരു ഭീതി പടർത്തുന്ന രീതിയിലാണ് കാട്ടാനക്കൂട്ടം ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇത്രയും കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് ആർക്കും അടുത്തേക്ക് പോകാനും സാധിച്ചില്ല. ഭയപ്പാടോടുകൂടി അവരെല്ലാവരും മാറി നിൽക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുമ്പും പല സമയത്ത് കാട്ടാനക്കൂട്ടം എത്തി ആളുകളെ ഭയപ്പെടുത്തി ഓടിപ്പിച്ചിട്ടുള്ള മേഖല കൂടിയാണ്. ഇതിനു മുമ്പ് ഒരു തവണ കോട്ടപ്പടിയിൽ കാട്ടാന വീണത് സമാനമായ പ്രദേശത്ത് തന്നെയാണ്. അവിടെ നിന്ന് അന്ന് കാട്ടാനയെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് കയറ്റിവിടുന്ന സമയത്ത് പോയ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാന കൊമ്പൻ കിണറ്റിൽ വീണ ഈ പ്രദേശം, ഈ പറമ്പ് ഉള്ളത്. ഇവിടെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ കാട്ടാന തിരിച്ചു കയറി പോവുകയായിരുന്നു. ഏതായാലും വീണ കൊമ്പൻ തിരിച്ചു കയറി പോയതുകൊണ്ട് കിണറിടിച്ച് ഉടമയ്ക്ക് നഷ്ടമുണ്ടായില്ല. ഇല്ലെങ്കിൽ ആ കിണറിടിച്ചോ മറ്റോ മുൻപ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കിണറൊക്കെ ഇടിച്ച് നികത്തിയും ഒക്കെയാണ് ഈ ആനകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കൊമ്പൻ തന്നെ കയറിപ്പോയത് ഉടമയ്ക്ക് ഏതായാലും ആശ്വാസമായി. ലാൽകൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം വൈക്കത്ത് സ്വകാര്യ വ്യക്തിയുടെ കോഴി ഫാമിൽ തെരുവുനായ ആക്രമണം. 450 കോഴികളെ നായകൾ കടിച്ചുകൊന്നു. മറവൻതുരുത്ത് സ്വദേശി KR സുകുമാരന്റെ കോഴി ഫാമിലാണ് തെരുവുനായകളുടെ ആക്രമണം. ടോബി ജോൺസൺ ചേരുന്ന വിശദാംശങ്ങളുമായി. ടോബി, അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യമാണ്. എത്ര
പണം, എത്ര അധ്വാനം, അതെല്ലാം വെറുതെയായി പോകുന്നു. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യമൊക്കെ രൂക്ഷമായ ഇടമാണോ? തീർച്ചയായിട്ടും തെരുവുനായ ശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് മറവന്തൂർ വാഴേക്കാട് ഭാഗത്ത് ഈ സുകുമാരൻ എന്ന് പറയുന്ന കർഷകന്റെ കോഴി ഫാമിൽ ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത്. 1000 കോഴികളെയാണ് ഫാമിൽ വളർത്തിയിരുന്നത്. അതിൽ 450 കോഴികളും ചത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ ഈ കോഴികൾ കരയുന്ന കോഴികൾ ശബ്ദം കേട്ട് ഇവർ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ശബ്ദത്തിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ട് മാത്രം ഇടപെടുന്നു. കോട്ടയം വൈക്കത്താണ് ഈ മറവൻതുരത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ KR സുകുമാരന്റെ കോഴിഫാമിൽ 450 കോഴികളെയാണ് ഈ തെരുവുനായകൾ കടിച്ചു കൊന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും. 24 ലഹരി വിരുദ്ധ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടിൽ തുടർ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മാസം നീണ്ട യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നിർദ്ദേശങ്ങളായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ലഹരി ഹോട്ട്സ്പോട്ട് അടക്കമുള്ള വിവരങ്ങൾ ഗൗരവത്തിലെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസം ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും അതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SKN40 ലഹരിവിരുദ്ധ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു. SKN40 യാത്രയിൽ കണ്ടെത്തിയ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കും. 24ന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രിയും എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രിമാരും പ്രശംസിച്ചിരുന്നു. 24 തിരുവനന്തപുരം. പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ ഗോപു നന്ദിലത്ത് ജിമാർട്ട് ചിലാക്സ് ഓഫറിലെ ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ വിവിധ ഷോറൂമുകളിലെ ഉപഭോക്താക്കളിൽ നിന്ന് 10 ഭാഗ്യശാലികളെയാണ് തെരഞ്ഞെടുത്തത്. ഇടപ്പള്ളിയിലെ നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ വെച്ച് ഹൈബി ഈഡൻ MP നറുക്കെടുപ്പ് നടത്തിയത്. മാരുതി എക്സ്പ്രസോ കാറാണ് വിജയികൾക്ക് സമ്മാനമായി നൽകുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പുത്തൻ ഓഫറുകളുടെ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. ഗോപുനന്ദി ജിമാർട്ട് ഇന്ന് വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിൽ മികച്ചു നിൽക്കുന്ന ഗോപുനന്ദി ജിമാർട്ട് ഇന്നൊരു സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയൊരു സ്ഥാപനമായി കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഓണ സീസണിൽ ഞങ്ങൾ ബെൻസ ഓഫറിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു. അതിന്റെ വിജയികൾക്ക് ബെൻസ് കാർ ഞങ്ങൾ സമ്മാനമായി നൽകി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ സീസണിൽ ഈ ഓണ സീസണിൽ വീണ്ടും ഞങ്ങൾ വരാണ് വലിയൊരു മഹാ ഓഫറുമായിട്ടാണ് വരുന്നത്. അത് അടുത്ത് തന്നെ ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടെ വാർത്താമഴ പൂർണ്ണമാകുന്നു. നമസ്കാരം.